വികസിത കേരളത്തിലേക്ക് ശക്തി പകരുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച പുതിയ ടീമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് 24-നോട് പറഞ്ഞു. കെ സുരേന്ദ്രന്റെ ടീമിലെ 60% പേരെ ഉൾക്കൊള്ളിച്ചു. പെർഫോമൻസ് മാത്രമാണ് ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ടതിന്റെ മെറിറ്റ് എന്നും എസ് സുരേഷ് പറഞ്ഞു. അലക്സ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിതനായ അഡ്വക്കേറ്റ് എസ് സുരേഷ്, അദ്ദേഹം നേരത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എങ്ങനെ കാണുന്നു പുതിയ നിയോഗത്തെ? ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളത്തിലേക്കുള്ള പാർട്ടിയുടെ ജൈത്രയാത്രയ്ക്ക് ശക്തി പകരുന്ന ഒരു ടീമിനെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ടീമിൽ ഒരു അംഗമാകാനും അതിന് നേതൃത്വം കൊടുക്കാൻ പങ്കാളിയാകാനും സാധിച്ചതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ എത്രയോ ദശാബ്ദങ്ങളായിട്ട് നീണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പാർട്ടി തയ്യാറായിരിക്കുന്നു, അതിന് സജ്ജമായിരിക്കുന്നു. അതിന് പറ്റിയ എല്ലാം കൊണ്ടും പറ്റിയ ഒരു ടീമിനെയാണ് അദ്ദേഹം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ശ്രീ കെ സുരേന്ദ്രനോടൊപ്പം പാർട്ടിയെ 20% വോട്ടിലേക്ക് എത്തിച്ച ഒരു ടീമുണ്ട്. ആ ടീമിലെ 60%-ലേറെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതേസമയത്ത് യുവാക്കൾക്കും സാമൂഹ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് യുവാക്കൾക്കും സമൂഹത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒക്കെ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള വളരെ സന്തുലിതമാർന്ന അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം പകരുന്ന ഒരു ടീമാണ് ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഒരംഗമാകാൻ കഴിഞ്ഞതിൽ അങ്ങേറ്റത്തെ സന്തോഷം. പുതിയ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ മെറിറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മെറിറ്റ്? അവർ പ്രവർത്തിച്ച മേഖലകളിൽ പാർട്ടി ഇലക്ട്രോൾ പൊളിറ്റിക്സിൽ നേടിയിട്ടുള്ള വോട്ടും മുന്നേറ്റവുമാണ് ഒരു പ്രധാന മെറിറ്റ്. അത് എല്ലാ പ്രവർത്തകരെയും അദ്ദേഹം തിരഞ്ഞെടുത്തത് മെറിറ്റും പെർഫോമൻസിൻ്റെയും മാനദണ്ഡം വച്ചിട്ടാണ്. അത് ബി.ജെ.പിയുടെ കേരള ചരിത്രത്തിൽ വലിയൊരു മാറ്റത്തിനാണ് കാരണമായിരിക്കുന്നത്. അതിലംഗമാകാൻ കഴിഞ്ഞതിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുള്ളത്. കാരണം ഇപ്പോൾ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യത്തെ MLA, കേരളത്തിലെ ആദ്യത്തെ MLA സൃഷ്ടിക്കാൻ ഒരു നിമിത്തമാകാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അന്ന് ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 6-ൽ നിന്ന് 35-ലേക്ക് ബി.ജെ.പിയുടെ കൗൺസിലർമാരെ എത്തിക്കാൻ ഒരു അവസരം ലഭിച്ചു. അതുപോലെ ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ വി മുരളീധരൻ നിർണായകമായിട്ടുള്ളൊരു കുതിപ്പ്, കേവലം 16,000 വോട്ടിനാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ പാർലമെൻറ്റിൽ എത്തിക്കാൻ സാധിക്കാതെ വന്ന് 16,000 വോട്ടിനാണ്. അതൊക്കെ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത പാർട്ടിയുടെ മുന്നേറ്റങ്ങളാണ്. ആ മുന്നേറ്റങ്ങളിലൊക്കെ ഒരു പങ്കാളിയാകാൻ, പാർട്ടിയിലെ എല്ലാവരെയും ചേർത്ത് നിർത്തി പങ്കാളിയാകാൻ സാധിച്ചത് അതിനൊക്കെ കിട്ടിയ ഒരു അംഗീകാരവും ആയിട്ടും കൂടി ഞാനിതിനെ വ്യക്തിപരമായിട്ട് കാണുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചുമതലകൾ വരും പോകും. അതൊക്കെ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കുള്ളതാണ്. പാർട്ടിയുടെ ആത്യന്തികമായിട്ടുള്ളൊരു പാർട്ടി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം പ്രവർത്തകൻ എന്നതാണ്. അതിലഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ ചുമതലകളുടെ മായിക പ്രപഞ്ചത്തിൽ ഒന്നും ഞാൻ അതിൽ അങ്ങ് വീഴുന്നില്ല. അത് വീഴുന്നത് ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകൻ പാടില്ല. പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള വലിയ ചുമതല ഭംഗിയായിട്ട് നിർവഹിക്കുക, ഓരോ സമയത്ത് ചാർത്തിത്തരുന്ന റെസ്പോൺസിബിലിറ്റി അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കുക. ഇതാണ്. ഈ പറഞ്ഞ മെറിറ്റുകളല്ലാതെ മറ്റെന്തെങ്കിലും ഘടകം ഈ ഭാരവാഹികളെ നിശ്ചയിച്ചതിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? കഴിവ്, അതോടൊപ്പം തന്നെ പെർഫോമൻസ്, ഇതാണ് പ്രധാനപ്പെട്ട ഘടകം. പിന്നെ സാമൂഹികമായിട്ടുള്ള ഘടകങ്ങളെ ഇഴചേർക്കാൻ വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ചോദ്യം പ്രധാനമായി ചോദിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ പി സുധീറിനെ പോലെ പിന്നെ ഒരു പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഒരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്നു, സി കൃഷ്ണകുമാർ ഒഴിവാക്കപ്പെടുന്നു. ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഒരു ഭാഗമായി ബി.ജെ.പി. വീണ്ടും വരുന്നു എന്നൊരു വാർത്തകൾ, അത്തരം വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതൊക്കെ എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കളുടെ സൃഷ്ടി മാത്രമാണ്. ഈ പാർട്ടിയിൽ ഗ്രൂപ്പിസമൊന്നുമില്ല. ഈ പാർട്ടി ഒരു കുടുംബ സങ്കല്പത്തോടു കൂടി പോകുന്നൊരു പാർട്ടിയാണ്. നമുക്കറിയാമല്ലോ, 1980 മുതൽ 2025 വരെ 45 വർഷം ഒരു പോറൽ പോലും ഏൽക്കാതെ പോയ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ബി.ജെ.പിയാണ്. അതൊരു പ്രത്യേക സംസ്കാരത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഗ്രൂപ്പിസം മറ്റ് കോൺഗ്രസ്സിലും അവിടെയൊക്കെ ഉള്ളതുപോലെയുള്ള ഗ്രൂപ്പിസത്തിന് ബി.ജെ.പിയിൽ ഒരു പ്രസക്തിയില്ല. ശ്രീ മുരളിയേട്ടനും ശ്രീ കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ശ്രീ P.K. കൃഷ്ണദാസും MD രമേശും രാജീവ് ചന്ദ്രശേഖറും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പാർട്ടിയിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. അവരധ്വാനിക്കുന്നത്, അവർ കഷ്ടപ്പെടുന്നത്, അവരുടെ പ്രതിബദ്ധത അതിനു വേണ്ടിയാണ്. ആ പ്രതിബദ്ധതയ്ക്കൊപ്പമാണ് പാർട്ടി എക്കാലത്തും
അത് ആര് പ്രസിഡൻ്റായിരുന്നാലും ആ പ്രതിബദ്ധതയ്ക്കൊപ്പമാണ്. ഇപ്പോൾ ഒരു വ്യത്യാസം കുറച്ചുകൂടി പ്രൊഫഷണലിസവും അതോടൊപ്പം തന്നെ ഒരു ടാർഗറ്റ് നിശ്ചയിക്കുക, ലക്ഷ്യം നിശ്ചയിച്ച് അതിനുവേണ്ടി ഒരു റോഡ് മാപ്പോട് കൂടിയൊക്കെ പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു എന്നൊരു വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത്. അത് വികസിത കേരളം എന്നൊരു വലിയ സ്വപ്നവും കൂടെ മുന്നോട്ട് വെച്ചു. എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന സ്വപ്നം. ജാതിയില്ല, മതമില്ല, പ്രാദേശികതയില്ല, വികസനം മാത്രം. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു മതേതര മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ വികസിത കേരളമാണ്. ആ മുദ്രാവാക്യം ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹം അതിൽ അല്പപ്പോലും വിട്ടുവീഴ്ചയില്ലാതെ അതിൽ പിടിച്ചുകൊണ്ട് കേരളത്തിലൊരു വലിയ മാറ്റത്തിൻ്റെ കാഹളമാണ് മുഴക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഞങ്ങളെല്ലാം. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ പ്രധാനപ്പെട്ട അനുയായികളെയൊക്കെ ഈ പട്ടികയിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നു, അവരെ ഉൾപ്പെടുത്തുന്നില്ല. പി.കെ. കൃഷ്ണദാസ് വിഭാഗം പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു, പുതിയ അധ്യക്ഷരെ ഹൈജാക്ക് ചെയ്തു എന്നൊക്കെയുള്ള വരുന്ന കാര്യമായ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിന്ന് ഒരു സാധാരണ പ്രവർത്തകനായിട്ട് ഇവിടെ വളർന്നു വന്ന ആളല്ല. അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും ഉന്നതമാർന്ന ചുമതലകളെല്ലാം വഹിച്ച് പാർട്ടി ഒരു നിയോഗം എന്ന നിലയിലേക്ക് ഇവിടെ നിശ്ചയിച്ച ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹത്തെ ആർക്കെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ സാധിക്കുമെന്നോ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വശീകരിക്കാൻ കഴിയുമെന്നോ ഒക്കെ അദ്ദേഹത്തെ അറിയാമെന്നുള്ള ആരും വിശ്വസിക്കുന്നതല്ല. അദ്ദേഹത്തിന് ഒരു മെരിറ്റുണ്ട്, അദ്ദേഹത്തിനൊരു പ്രൊഫഷണലിസം ഉണ്ട്, അദ്ദേഹത്തിനൊരു വിഷനുണ്ട്. അദ്ദേഹം ആ വിഷൻ അനുസരിച്ച് പാർട്ടിയെ നയിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, 2025 ഡിസംബർ കഴിയുമ്പോൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം BJP കേന്ദ്രീകൃത രാഷ്ട്രീയമായിട്ട് മാറും. അത് ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതിഫലിക്കും. അത് കഴിഞ്ഞാൽ 2026 മുതൽ കേരള രാഷ്ട്രീയം BJP കേന്ദ്രീകൃത രാഷ്ട്രീയമായിട്ട് മാറും. UDF, LDF BJPക്കെതിരെ പോരാടേണ്ട ഗതികേട്ടിലേക്ക് എത്തും. സുധീറിനെയും കൃഷ്ണകുമാറിനെയൊക്കെ ഒഴിവാക്കിയത് അവരുടെ പെർഫോമൻസ് മോശമായതുകൊണ്ടാണോ? അവരെ ഒഴിവാക്കിയിട്ടില്ല. അവരെ ഞങ്ങളുടെ ബഹുമാന്യരായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷന്മാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുധീറിനും കൃഷ്ണകുമാറിനും സുരേഷിനും MD രമേശിനും എല്ലാവർക്കും അറിയാം, പാർട്ടി പ്രവർത്തകൻ എന്നതാണ് ഏറ്റവും ഉന്നതമായ ചുമതല. ബാക്കി കിട്ടുന്ന ഉത്തരവാദിത്വങ്ങൾ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എക്കാലത്തും ശാശ്വതമായിട്ടുള്ളത് പാർട്ടി പ്രവർത്തകൻ എന്ന ഉത്തരവാദിത്വമാണ്. അതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത്. പൊതുചുമതലയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു. അത്തരത്തിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിതനായ അഡ്വക്കേറ്റ് S. സുരേഷാണ് 24 പ്രതികരിച്ചത്. മനീഷിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.